എല്ലാവർക്കും സയൻസ് സെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നെസ്റ്റ് നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന എക്സാമിനെ കുറിച്ചാണ്. ഈ എക്സാം നൈസർ ഭുവനേശ്വർ അതുപോലെ CEBS ബോംബെ എന്നീ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയുള്ള എൻട്രൻസ് പരീക്ഷയാണ്. ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ്. നൈസർ എന്നാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഭുവനേശ്വറിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുപോലെ CEBS യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയുടെ കീഴിലാണ്. പക്ഷേ ഈ സെൻറ്റർ നടത്തുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയാണ്. CEBS സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ബേസിക് സയൻസ് തന്നെയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, പിന്നെ റിലേറ്റഡ് അപ്ലൈഡ് സയൻസസ് ഒക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. 5 വർഷത്തെ കോഴ്സാണ്. ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. ഐസറിൽ പഠിപ്പിക്കുന്ന BSMS കോഴ്സ് പോലെ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല ഈ കോഴ്സിന്റെ സ്ട്രക്ചറിൽ. പക്ഷേ ഒരു മേജർ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജോയിൻ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഫെലോഷിപ്പ് ലഭിക്കുമെന്നുള്ളതാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി നൽകുന്ന ദിശ എന്നൊരു പ്രോഗ്രാം ഉണ്ട്. ആ ദിശ എന്ന പ്രോഗ്രാം വഴി ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഫെലോഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. അതായത് 60,000 രൂപയാണ് ഒരു വർഷത്തേക്ക് ലഭിക്കുക, ഏകദേശം മാസത്തിൽ 5,000 രൂപ വെച്ച്. കൂടാതെ 20,000 രൂപ സമ്മർ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ വിന്റർ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് പുറത്ത് എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇന്റേൺഷിപ്പിനുള്ള തുകയാണ് 20,000 രൂപ. അങ്ങനെ 80,000 രൂപ പെർ ഇയർ ഓരോ കുട്ടിക്കും ലഭിക്കുമെന്നുള്ളതാണ്. ഐസറിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഒരു ഫെലോഷിപ്പ് ഇല്ല എന്നുള്ളത് നിങ്ങൾ അറിയേണ്ടതാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഫെലോഷിപ്പ് ഉള്ള കുട്ടികൾക്ക് മാത്രമേ ഐസറിൽ ഈ ഒരു ഫെലോഷിപ്പ് ലഭിക്കുകയുള്ളൂ. പക്ഷേ നൈസർ ആൻഡ് CEBS എന്നീ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എല്ലാ കുട്ടികൾക്കും ഫെലോഷിപ്പ് ലഭിക്കും എന്നുള്ള ഇത് ഒരു പ്രത്യേകതയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം യോഗ്യത എന്താണെന്ന് വെച്ചാൽ ഇത് +2 +1 ആൻഡ് +2, അതായത് 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സിലും സയൻസ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഈ പരീക്ഷ ആർക്കൊക്കെ എഴുതാം? 2023, 24, 25 എന്നീ വർഷങ്ങളിൽ +2 പാസ്സായവർക്ക് ഈ പരീക്ഷ എഴുതാം. ഇപ്പോൾ 2025ൻ്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അവർക്കും അപ്ലൈ ചെയ്യാം. റിസൾട്ട് വന്നതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ്. 2023, 24, 25 എന്നീ വർഷങ്ങളിൽ +2 പാസ്സായ കുട്ടികൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. ഏജ് വൈസ് കട്ട് ഓഫ് ഇല്ല. ഒരു മിനിമം ഏജ് എത്രയാണെന്നില്ല. ഇതാണ് ക്രൈറ്റീരിയ. 2023, 24, 25 +2 പാസ്സായവരായിരിക്കണം. ഇപ്പോൾ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ബയോളജി പഠിച്ചിട്ടില്ല എങ്കിലും കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ മാത്സ് പഠിക്കാതെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രം പഠിച്ച കുട്ടികൾക്കും ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. 3 വിഷയം മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എന്നതുള്ളത് കൊണ്ട് അത് ആ ഒരു റാങ്കിങ്ങിൽ വലിയൊരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ്. പിന്നെ 60% മാർക്ക്, +2ൽ 60% മാർക്കാണ് ജനറൽ കാൻഡിഡേറ്റ്സിനും OBCക്കും വേണ്ടത്. SC, ST അതുപോലെ ദിവ്യാംഗജൻ കാറ്റഗറിക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി മിനിമം യോഗ്യത 55%. ഇതിൻ്റെ പ്രോസസ്സ്, അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. കുട്ടികളുടെ ഡീറ്റെയിൽസും, പേര്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ രജിസ്റ്റർ ചെയ്യുക. അത് നമുക്ക് പിന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ അത് എഴുതണം. പിന്നെ ആ ആപ്ലിക്കേഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ, അതായത് ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് എൻ്റർ ചെയ്യാണ് വേണ്ടത്. ഇതിൻ്റെ നെക്സ്റ്റ് പരീക്ഷയുടെ ആപ്ലിക്കേഷൻ ഇപ്പോഴും വിളിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 17 മുതൽ ഈ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആണ്. മെയ് 9-നാണ് ഈ ആപ്ലിക്കേഷൻ പോർട്ടൽ ക്ലോസ് ചെയ്യുക. അതായത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ മെയ് 9 എല്ലാവരും അതിനു മുന്നേ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും കറക്ഷൻസോ മറ്റോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. മെയ് 14 വരെ ആ കറക്ഷൻ ചെയ്യാനുള്ള ഒരു വിൻഡോ ഉണ്ടാവും. അതായത് ആ ഒരു പോർട്ടൽ വീണ്ടും ഓപ്പൺ ആവും. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ 14 വരെ. മെയ് 10 മുതൽ 14 വരെയാണ് ഈ ഒരു അവസരം നൽകുന്നത്. ഈ നെക്സ്റ്റ് പരീക്ഷയുടെ ദിവസം 22 ജൂണാണ്. ജൂൺ 22 സൺഡേ ആണ് പരീക്ഷ. ഇന്ത്യയിൽ 140 സിറ്റികളിൽ ആയി ഈ പരീക്ഷ നടത്തുന്നു. കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും ഈ പരീക്ഷ നടക്കുന്നുണ്ടെന്നാണ്, പരീക്ഷയുടെ സെൻറ്റർ ഉണ്ട് എന്നുള്ളതാണ്. ഏകദേശം 788 ജില്ലകളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ 140 ജില്ലാ ആസ്ഥാനങ്ങളിൽ മാത്രമേ ഈ പരീക്ഷ നടക്കുന്നുള്ളൂ. ഭാഗ്യവശാൽ കേരളത്തിലുള്ള എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഈ പരീക്ഷ ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ കുട്ടികൾക്ക് വലിയൊരു കാര്യമാണ്. നൈസർ ഭുവനേശ്വറിൽ 200 സീറ്റുകളാണ് ഈ വർഷം ഉള്ളത്. അതുപോലെ CEBS 57 സീറ്റുകളാണ് ഉള്ളത്.
ടോട്ടൽ അങ്ങനെ 257 പേരെയാണ് ഈ വർഷം സെലക്ട് ചെയ്യുക. റിസർവേഷൻ ആസ് പെർ ഗവൺമെന്റ് നോംസ് ഉണ്ട്, അത് ഇവിടെയും ഫോളോ ചെയ്യുന്നു. ഇതിന്റെ കോഴ്സ് സ്ട്രക്ചർ നേരത്തെ പറഞ്ഞതുപോലെ ഐസറിന്റെ അതുപോലെ തന്നെയാണ്. 5 വർഷത്തെ കോഴ്സാണ്. ഏതെങ്കിലും ഫിസിക്സോ കെമിസ്ട്രിയോ മാത്തമാറ്റിക്സോ ബയോളജിയോ എന്നീ വിഷയങ്ങളിലുള്ള ഒരു സ്പെഷ്യലൈസേഷൻ കൂടി ഉണ്ടാവും ടുവേഴ്സ് ദ എൻഡ്. അതായത് ആദ്യത്തെ 2-3 സെമസ്റ്ററുകളിൽ ഇത് എല്ലാം പഠിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി പഠിക്കണം. പിന്നെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിലായിരിക്കും കൂടുതലും പ്രാധാന്യം നൽകുക. അതാണ് മെയിൻ വിഷയം. പിന്നെ സബ്സിഡറി ആയിട്ട് മറ്റുള്ള കോഴ്സുകൾ എടുക്കാമെന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട്. നൈസറിൽ നിന്നും CEBS നിന്നും 5 വർഷം കോഴ്സ് സക്സസ്ഫുള്ളായി പൂർത്തിയാക്കിയ കുട്ടികൾക്ക് ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ട്രെയിനിങ് സ്കൂളിലേക്കുള്ള ഇൻ്റർവ്യൂവിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഡയറക്റ്റ് പങ്കെടുക്കാമെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. അതായത് ബേസിക്കലി അവർക്കൊരു സയൻറ്റിസ്റ്റ് ആവാൻ താല്പര്യമുള്ളവർക്ക്, ബാർക്കിൽ സയൻറ്റിസ്റ്റ് ആവാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഓപ്ഷൻ കൂടി എടുക്കാവുന്നതാണ്. ഞാൻ അറിഞ്ഞിടത്തോളം കുറച്ച് കുട്ടികളൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്, കുറച്ച് കുട്ടികൾ. പക്ഷേ കൂടുതൽ കുട്ടികളും ഐസറിലെ കുട്ടികളെ പോലെ മറ്റ് രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യയിലുമായി PhD തുടർ വിദ്യാഭ്യാസം ചെയ്യുകയാണ്, PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബഹുഭൂരിപക്ഷം കുട്ടികൾ. പക്ഷേ വേണ്ടവർക്ക് ഇങ്ങനൊരു ബാർക്കിലേക്ക് ഡയറക്റ്റ് പോകാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് എന്ന് കൂടി പറയുന്നു. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ച് ഞാൻ വിശദമായി മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇവിടെയും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി എന്നീ 4 വിഷയങ്ങളിലുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നെക്സ്റ്റ് പരീക്ഷയുടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഓരോ സബ്ജക്റ്റിൽ നിന്നും 20 ക്വസ്റ്റ്യൻ വീതം, അങ്ങനെ 80 ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ, കറക്റ്റ് ആൻസറിന് 3 മാർക്കാണ് ലഭിക്കുക. ഉത്തരം തെറ്റിപ്പോയാൽ -1, അതായത് 1 മാർക്ക് കുറക്കും. അറ്റംപ്റ്റ് ചെയ്യാത്ത ചോദ്യത്തിന് 0 മാർക്ക്. ഇത് ഐസറിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. ഐസറിൽ 4 മാർക്കാണ് ലഭിക്കുക പോസിറ്റീവ് ആൻസറിന്, നെഗറ്റീവ് അതായത് റോങ് ആൻസറിന് -1 ആണ്. അപ്പോൾ ഇവിടുത്തത് ഈ നെക്സ്റ്റ് എക്സാം കുറച്ചുകൂടി സ്ട്രിഞ്ചൻ്റ് ആണ്. നമ്മൾ തെറ്റിച്ചാൽ ഒരുപാട് മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അറിയാതെ അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് അഭികാമ്യം. ഈ പരീക്ഷയുടെ വിശദമായ സിലബസ് നൈസർ വെബ്സൈറ്റിലുണ്ട്. ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ, നൈസർ അഡ്മിഷൻ്റെ വെബ്സൈറ്റിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. പക്ഷെ ബേസിക്കലി ഇറ്റ് ഈസ് NCERT സിലബസ് തന്നെയാണ്. ഐസർ എക്സാമിൻ്റെ അതുപോലെ തന്നെയുള്ള ഒരു സിലബസ് തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഐസറിന് പഠിച്ചവർക്ക് അല്ലെങ്കിൽ ഐസർ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തവർക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ 4 സെക്ഷനുകളാണ് ഉള്ളതെന്ന് പറഞ്ഞു, 20 ക്വസ്റ്റ്യൻ വെച്ചിട്ട്. അപ്പോൾ മാക്സിമം മാർക്ക് ഓരോ വിഷയത്തിലും 60 ആണല്ലോ. 20 × 3 60 മാർക്കാണ് ലഭിക്കുക മാക്സിമം കിട്ടിയാൽ തന്നെ. പക്ഷേ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ കാൻഡിഡേറ്റും ഈ 4 വിഷയങ്ങളിൽ 4 സെക്ഷനുകളിൽ ഏത് 3 സെക്ഷനാണ് കൂടുതൽ മാർക്ക് വാങ്ങിച്ചിരിക്കുന്നത്, ആ സെക്ഷൻ കൂടുതൽ സ്കോർ വാങ്ങിച്ചിരിക്കുന്നത്, ആ സെക്ഷൻ മാത്രമേ എടുക്കുള്ളൂ. അതായത് 3 സെക്ഷൻ മാത്രമേ എടുക്കുള്ളൂ. ചിലപ്പോൾ ഇത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആവാം, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആവാം, അല്ലെങ്കിൽ ഏത് 3 കോമ്പിനേഷനും ആവാം. ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച, അതായത് എൻട്രൻസ് പരീക്ഷയിൽ മാർക്ക് ലഭിച്ച ആ 3 സെക്ഷൻ മാത്രമേ ആഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് 180 ഈ റാങ്ക് തീരുമാനിക്കുന്നത്. 60 × 3. അപ്പോൾ 180-ൽ 180 ആർക്കും കിട്ടില്ല, കിട്ടിയ ചരിത്രവും ഇല്ല. അത് വളരെ സ്ട്രിഞ്ചൻറ്റ് പരീക്ഷയാണ്. നമ്മുടെ ഐസർ പരീക്ഷ പോലെ തന്നെ, IIT പോലെ തന്നെയാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ഐസറിൻ പരീക്ഷയ്ക്ക് ഇല്ലാത്ത ഒരു ക്രൈറ്റീരിയ ഇവിടെയുണ്ട്. അതായത് സ്മാസ് എന്ന് പറയും. അതായത് സെക്ഷൻ വൈസ് മിനിമം അഡ്മിസിബിൾ സ്കോർ, സ്മാസ്. അതായത് ഓരോ സെക്ഷനിലും ക്വാളിഫൈ ആവാൻ വേണ്ടി ഒരു മിനിമം കട്ട് ഓഫ് ഉണ്ട്. അതായത് ഫിസിക്സിൽ ഒരു കട്ട് ഓഫ് ഉണ്ട്, കെമിസ്ട്രിയിൽ ഒരു കട്ട് ഓഫ് ഉണ്ട്, ബയോളജിയിൽ ഒരു കട്ട് ഓഫ് ഉണ്ട്, അതുപോലെ മാത്തമാറ്റിക്സിൽ ഒരു കട്ട് ഓഫ് ഉണ്ട്. ആ കട്ട് ഓഫ് മാർക്ക് തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വിഷയത്തിൽ അല്ലെങ്കിൽ ആ സെക്ഷനിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച ആദ്യത്തെ 100 പേരുടെ ആവറേജ് മാർക്ക് എടുക്കും. എന്നിട്ടൊരു സംഖ്യ കിട്ടും. ആ സംഖ്യയുടെ 20% കട്ട് ഓഫ് മാർക്ക് ആ വിഷയത്തിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് കെമിസ്ട്രിയിൽ 100 കുട്ടികളുടെ ആദ്യത്തെ ടോപ്പ് റാങ്കേഴ്സായ 100 കുട്ടികളുടെ ആവറേജ് 48 മാർക്കാണെന്ന് വിചാരിക്കുക. അതായത് 60-ൽ 48. അപ്പോൾ അതിൻ്റെ 20%, അത് 9.6 മാർക്കാണ് കെമിസ്ട്രിയിൽ വേണ്ട സ്മാസ്. അത് ഉണ്ടെങ്കിൽ മാത്രമേ ആ കെമിസ്ട്രിയുടെ സ്കോർ കൺസിഡർ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ജനറൽ കാൻഡിഡേറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ 90% മതി. ആ കിട്ടുന്ന സ്മാസിന്റെ, ജനറൽ കാൻഡിഡേറ്റിന്റെ സ്മാസിന്റെ 90%. ഈ മുന്നത്തെ എക്സാമ്പിൾ എടുത്താൽ 9.6ന്റെ 90% മാത്രം മതി OBC കാൻഡിഡേറ്റിന് ക്വാളിഫൈ ആവാൻ വേണ്ടി. അതായത് 8.64 മാർക്ക് ഉണ്ടെങ്കിൽ കെമിസ്ട്രിയിൽ ഒരു OBC കാൻഡിഡേറ്റ് ക്വാളിഫൈ ആവും.
അതുപോലെ SC/ST, അതുപോലെ ദിവ്യാംഗജൻ എന്നീ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് 50% മതി. അതായത് ജനറൽ കാറ്റഗറിയുടെ ക്വാളിഫൈങ് സ്മാസിന്റെ 50%, അതായത് 9.6ന്റെ 50%, അതായത് 4.8 മാർക്ക് മാത്രം മതി ഈ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് സ്മാസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ ഓരോ വിഷയത്തിലും സ്മാസ് കാൽക്കുലേറ്റ് ചെയ്യും. ആ സ്മാസ് കാൽക്കുലേറ്റ് ചെയ്ത് എലിജിബിൾ ആയാൽ മാത്രമേ, അല്ലെങ്കിൽ സ്മാസ് ക്ലിയർ ചെയ്താൽ മാത്രമേ ആ ഒരു സബ്ജക്റ്റിലുള്ള ആ ഒരു സെക്ഷനിലുള്ള മാർക്ക് കൺസിഡർ ചെയ്യുകയുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് ഒരു ക്രൈറ്റീരിയ. രണ്ടാമത്തെ കട്ട് ഓഫ് എന്താണെന്ന് വെച്ചാൽ മിനിമം അഡ്മിസിബിൾ പെർസെൻറ്റൈൽ, MAP, മിനിമം അഡ്മിസിബിൾ പെർസെൻറ്റൈൽ. അല്ലെങ്കിൽ ബേസിക്കലി ഇത് ഓവറോൾ മെറിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇത് ഓവറോൾ കട്ട് ഓഫ് എന്ന് പറയാം. മിനിമം അഡ്മിസിബിൾ പെർസെൻറ്റൈൽ അതെന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 3 വിഷയങ്ങളിൽ സ്മാസ് ക്ലിയർ ചെയ്ത, അല്ലെങ്കിൽ സ്മാസ് ക്വാളിഫൈ ആയ കുട്ടികളുടെ മാർക്ക് വെച്ച് നോക്കുമ്പോൾ അതിൽ 95%, ജനറൽ കാറ്റഗറിക്കാണ് പറഞ്ഞത്, 95% ഉള്ളവരൊക്കെ മിനിമം അഡ്മിസിബിൾ പെർസെൻറ്റേജ്, അതായത് കട്ട് ഓഫിൽ വരും. ജനറൽ കാറ്റഗറിക്ക് മാപ്പ് 95% ആണ്. അതുപോലെ OBC കാൻഡിഡേറ്റ്സിന് 90% ആണ്. അതുപോലെ SC/ST, ദിവ്യാംഗജൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് 75% ആണ് കട്ട് ഓഫ് മാർക്ക്. അപ്പോൾ ഈ സ്മാസും മാപ്പും, അതായത് മിനിമം അഡ്മിസിബിൾ പെർസെൻറ്റേജിലും ക്ലിയർ ചെയ്തവർ മാത്രമാണ് റാങ്ക് ലിസ്റ്റിൽ ഇടുന്നത്. അതിൽ നിന്നാണ് ടോപ്പ് റാങ്കേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയുള്ള ബ്രോഷറും മറ്റു കാര്യങ്ങളും ആ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. എന്താണ് കൂടുതലായിട്ടും ഓർമ്മിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മൈനസ് മാർക്കിൻ്റെ, അതായത് വെയിറ്റേജ് ഓഫ് മൈനസ് മാർക്ക് ഇവിടെ കൂടുതലാണ്. 3-ൽ 1 എന്ന നിലയിലാണ്, മറ്റേത് 4-ൽ 1 എന്ന നിലയിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ മൈനസ് മാർക്കിന് കുറച്ചുകൂടി വെയിറ്റേജ് കൂടുതലുണ്ട്. അതുകൊണ്ട് വളരെ അറിയുന്ന ക്വസ്റ്റ്യൻ മാത്രമേ, അല്ലെങ്കിൽ അത്രയും കോൺഫിഡൻ്റ് ആയ ക്വസ്റ്റ്യൻ മാത്രമേ അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഒന്ന് കാര്യമായിട്ട് നോക്കേണ്ടത്. പിന്നെ എല്ലാത്തിലും സ്മാസ് കടക്കണം എന്നുള്ളതാണ്. 3 വിഷയത്തിൽ കടന്നാൽ മതി, ബിക്കോസ് ടോപ്പ് 3 മാത്രമേ എടുക്കുള്ളൂ. അറ്റ്ലീസ്റ്റ് 3 സ്മാസ് ക്ലിയർ ചെയ്യണം എന്നുള്ളത് ഒരു മസ്റ്റാണ്. ഈ സ്മാസ് ക്ലിയർ ചെയ്തില്ലെങ്കിൽ, അത് മിനിമം ഓരോ വിഷയത്തിലും ക്ലിയർ ചെയ്തില്ലെങ്കിൽ ആ കുട്ടി റാങ്ക് ലിസ്റ്റിൽ വരില്ല, അല്ലെങ്കിൽ മാപ്പ് കൺസിഡർ ചെയ്യാൻ വേണ്ടി ആ കുട്ടിയെ കൺസിഡർ ചെയ്യില്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും ചിലപ്പോൾ സംശയം ഉണ്ടാവും, ഈ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാൻ വേണ്ടി നല്ല കോച്ചിങ് സെൻറ്ററിലൊക്കെ പോയി നല്ലവണ്ണം പഠിക്കേണ്ട ആവശ്യമില്ലേ? കോച്ചിങ്ങിൽ പോയവർക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്താ പറഞ്ഞാൽ അവർ കൂടുതൽ അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തുകൊണ്ട്. പക്ഷേ അതിന് നിർബന്ധമില്ല. നൈസറിൽ ഒരുപാട് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിച്ച കുട്ടികൾ, മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികൾ നൈസറിലും കയറിയിട്ടുണ്ട്, അതുപോലെ ഐസറിലും കയറിയിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ 2 സ്ഥലത്തുണ്ട്, ഐസറിലായാലും നൈസറിലായാലും. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ച കുട്ടിക്ക് വലിയ ഇഷ്യൂ ഇല്ല. കോച്ചിങ് സെൻറ്ററിൽ പോവാതെ ഒരുപാട് കുട്ടികളും ഇവിടെ എത്തിപ്പെടാറുണ്ട്. അതുകൊണ്ട് അതൊരു നെഗറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൂടുതൽ മനസ്സിലാക്കി പഠിക്കുക, അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, എഴുതുക. എല്ലാവർക്കും അഡ്മിഷൻ ലഭിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അതൊക്കെ അഡ്രസ്സ് ചെയ്യും. അതുപോലെ ഈ വീഡിയോ ആർക്കെങ്കിലും ഇത് പ്രയോജനം ആവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ്. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.